ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ വരുന്ന ഒരു ദിവസം ഞാനീ പറയുന്ന ഒരു വസ്തു നിങ്ങൾ വീട്ടിലേക്ക് കയറ്റിയാൽ നിങ്ങളുടെ കടബാധ്യതകൾ മാറാൻ അത് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏത് വസ്തുവാണ് വീട്ടിലേക്ക് കയറ്റേണ്ടത്, അത് ഏത് ദിവസമാണ്, അത് ആ ദിവസത്തിനുള്ള പ്രത്യേകത എന്താണ്, അപ്പോൾ വീട്ടിൽ അന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്, ഇതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ. ചിലപ്പോൾ ഈ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. എല്ലാം നല്ല കാര്യമാണ് പറയുന്നത്, ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില എന്നിവയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും, അത് കേട്ടിട്ട് നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. പിന്നെ നമ്മളോട് പരിശ്രമിക്കണം എന്ത് ചെയ്താലും. പിന്നെ ഈശ്വരാധീനത്തിനുള്ള കാര്യങ്ങൾ, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ഇങ്ങനെയുള്ള ഒരാൾക്ക് ഉയർച്ചയ്ക്കുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം. അതിലൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, വാട്സപ്പിലെ വർക്കുകൾ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. ഇനി വീഡിയോയിലേക്ക് വരാം. ആ ദിവസം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരുപക്ഷെ ഈ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്നത്. കാരണം ഞാനീ പറയാൻ പോകുന്ന കാര്യം വേറെ ആരും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇനി ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് വീഡിയോയുടെ ഡേറ്റും കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാവും. ഇതുവരെ ആരും ഇതുപോലെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാനീ പറയുന്ന അറിവുകൾ നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കരുത്. ആവശ്യമുള്ളവർ കാണുക, ഒരു പ്രയോജനപ്പെടുത്തുക. ശരിയായിട്ട് ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവും. നല്ല കാര്യങ്ങളാണ് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഒരു വസ്തു ഈ വരുന്ന ഒരു ദിവസം ഡേറ്റ് പറയുന്നുണ്ട്, വീട്ടിലേക്ക് കയറ്റണം. വീട്ടിൽ ചെയ്യേണ്ട ചില ലളിതമായ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക. വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകും. കടബാധ്യതകൾ അകലാൻ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. വിശദമായിട്ട് പറഞ്ഞുതരാം. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഈ വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഏത് ദിവസമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് കടബാധ്യതകൾ തീരാൻ. അത് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ, വീഡിയോ മുഴുവൻ കണ്ടിട്ട്. കാരണം അറ്റവും മൂലം കണ്ടിട്ട് ചെയ്താൽ അത് ഫലം കിട്ടത്തില്ല. ആ ദിവസത്തിന്റെ ചില കാര്യങ്ങളും അന്ന് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളും മുഴുവൻ കേട്ടിട്ട് ചെയ്യുക. ഒരു 10, 15, 20 മിനിറ്റ് അതിന് വേണ്ടി ചെലവഴിച്ചാൽ ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യം. നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, പലർക്കും പലതാണല്ലോ ഗുണം ചെയ്യുന്നത്. അപ്പം ആ ദിവസം സെപ്റ്റംബർ 1-ാം തീയതി 2026 ചൊവ്വാഴ്ചയാണ്. സെപ്റ്റംബർ 1-ാം തീയതി 2026 ചൊവ്വാഴ്ചയാണ്. എന്താ ആ ദിവസത്തിൻ്റെ ഇതിൻ്റെ പ്രത്യേകത? സാധാരണ ആളുകൾ നോക്കിയ ഒരു പ്രത്യേകതയും കാണത്തില്ല. ഇതുവരെ ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നത്തില്ല. പക്ഷെ നോക്കേണ്ടവർ നോക്കിയാൽ അതിൻ്റെ അകത്ത് പ്രത്യേകത ഉണ്ട്. അത് ജീവിതം മാറ്റുന്ന ഒരു ദിവസമായിരിക്കും. എന്താണ് അതിൻ്റെ അകത്തെ കാര്യം? അന്ന് രാവിലെ 7:42 കഴിഞ്ഞ്, അതായത് 7:42 AM രാവിലെ കഴിഞ്ഞാൽ മുതൽ പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥിയും ചൊവ്വാഴ്ചയും കൂടെ ചേർന്ന് വരുന്ന ദിവസമാണ്. അപ്പം പഞ്ചമി തിഥിയും ചൊവ്വാഴ്ചയും കൂടെ ചേർന്ന് വന്നാൽ എന്താ അതിൻ്റെ ഫലം? അന്നേ ദിവസം വൈകുന്നപാട് 6 മണിക്ക് ശേഷം നിങ്ങൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രത്യേക ഒരു വസ്തു കയ്യിൽ പിടിച്ചുകൊണ്ട് വരാഹി ദേവിയെ വിളിച്ചാൽ നിങ്ങളുടെ കടബാധ്യതകൾ പെട്ടെന്ന് തീരാൻ അത് ഉപകരിക്കും എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞ ഈ പറയുന്ന കാര്യങ്ങൾ വേറെ ആരും പറഞ്ഞു തരത്തില്ലെന്ന്. സെപ്റ്റംബർ 1-ാം തീയതി വൈകുന്നപാട് 6 മണിക്ക് ശേഷം വീട്ടിൽ നിങ്ങൾ ഈ മഞ്ഞൾ ഒരു ഡപ്പിക്കകത്ത് പിടിച്ച്, അല്പം മഞ്ഞൾ ഒരു ഡപ്പിക്കകത്തിട്ട് പിടിച്ച്, അത് ആ മഞ്ഞളിൻ്റെ ഡപ്പിയുടെ അടപ്പടച്ച് അത് കയ്യിൽ പിടിച്ച് വരാഹദേവിയുടെ ഒരു പ്രത്യേക രീതിയിൽ, ഞാൻ പറയുന്ന രീതിയിൽ മന്ത്രം ജപിച്ച് നിങ്ങൾ കടബാധ്യതകൾ തീരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കടബാധ്യതകൾ പെട്ടെന്ന് മാറിക്കിട്ടുമെന്ന്. അത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ, ഏറ്റവും മൂലം കേട്ടിട്ട് ചെയ്യരുത്. അപ്പോൾ അത് അന്നേ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്. എന്താണെന്നറിയോ? കൃഷ്ണപക്ഷ പഞ്ചമിയാണ്. കൃഷ്ണപക്ഷ പഞ്ചമിയാണ്. എന്താണ് ഈ കൃഷ്ണപക്ഷ പഞ്ചമിയുടെ പ്രത്യേകത? കൃഷ്ണപക്ഷ പഞ്ചമി എന്ന് പറഞ്ഞാൽ വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി. ഇപ്പം ഈ പഞ്ചമിയും ചൊവ്വാഴ്ചയും കൂടെ വരുന്നത്. രാവിലെ 7:42 ശേഷം പഞ്ചമി തിഥിയാണ്. അതുകൊണ്ട് അത് ഒന്ന് വൈകിട്ടാണ് ചെയ്യേണ്ടത്. 6 മണിക്ക് ശേഷം ചെയ്യാം വീട്ടിൽ. അപ്പം ഈ വൈകിട്ട് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ ഈ വരാഹി ദേവിക്ക് രാത്രി ദേവി എന്ന് പേരുണ്ട്. രാത്രി ദേവി. അമ്മയ്ക്ക് ഈ രാത്രിയിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം ഉണ്ടാകും. അതുകൊണ്ട് 6 മണിക്ക് ശേഷം ചെയ്യാൻ പറഞ്ഞ. ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ വരാഹിയെക്കുറിച്ച് ഒരു വീഡിയോ ഇടാവോ? അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്, അവർ കണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എങ്കിലും പറയേണ്ടപ്പം ഞാൻ പറയും. അത് പറയുന്നത് പറഞ്ഞതായിരിക്കും, അത് വേറെ ആരും പറഞ്ഞും തരത്തില്ല. അപ്പം അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് ശേഷം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, വരാഹി ദേവിയെ രാത്രി ദേവി എന്നാണ് അറിയപ്പെടുന്നത്. അമ്മയ്ക്ക് രാത്രിയിൽ പ്രാർത്ഥന ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണപക്ഷത്തിലെ പഞ്ചമിക്ക് മന്ത്ര ഉപാസനകൾക്കും, ഇത് ഉപാസനയൊന്നുമല്ല പറയുന്നത്, നാമം ജപിച്ചാൽ മതി, മന്ത്രങ്ങൾ ചൊല്ലിയാലും ഒക്കെ പെട്ടെന്ന് ഫലം കിട്ടും വരാഹി ദേവിയുടെ. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണപക്ഷ പഞ്ചമി പറഞ്ഞത്. അപ്പൊ ഈ സെപ്റ്റംബർ 1-ാം തീയതി കൃഷ്ണപക്ഷ പഞ്ചമിയാണ് വരുന്നത്, ചൊവ്വാഴ്ചയും കൂടെ വരുന്നത്. അപ്പൊ ചൊവ്വാഴ്ച കടം വീടാൻ ഏറ്റവും നല്ല ദിവസമാണ്. അന്ന് രാവിലെ 7:42 ശേഷം പഞ്ചമി തിഥിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നപാട് ചെയ്താൽ മതി. വൈകുന്നപാട് 6 മണിക്ക് ശേഷം ചെയ്യുന്നതാണ് ഗുണവും. കാരണം അമ്മ രാത്രി ദേവിയാണ്. അന്നേ ദിവസം നിങ്ങളൊരു ഫോട്ടോ വരാഹി ദേവിയുടെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ വെച്ച് ചെയ്യേണ്ട കാര്യം പറയാം. ഇനി ഫോട്ടോ ഇല്ലെങ്കിൽ അതും എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം, എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ വീട്ടിൽ വരാഹി ദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് ശേഷം വിളക്ക് വെക്കുന്ന സമയത്ത് ചെയ്താൽ മതി. അതായത് കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിട്ട് വെക്കാം, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഒന്നുകിൽ കിഴക്കോട്ടോ അഭിമുഖമായിട്ട് വെക്കുക, അല്ലെങ്കിൽ വടക്കോട്ടോ അഭിമുഖമായിട്ട് വെക്കുക, കിഴക്കോട്ടോ വടക്കോട്ടോ. അതിൻ്റെ മുന്നിൽ ഒരു ഡപ്പിക്കകത്ത് അല്പം മഞ്ഞളിട്ട് ആ ഡപ്പി അടച്ച് കയ്യിൽ പിടിച്ച് ആദ്യം വരാഹദേവിയെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഓം ഗം ഗണപതയെ നമ, എന്നല്ല നമഹ എന്ന് ജപിച്ചാൽ നല്ലതാ കേട്ടോ. നമാന്നോ നമഹാന്നോ എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. പക്ഷെ ഞാനീ പറയുന്ന പോലെ ചെയ്യുക. ഓം ഗം ഗണപതയെ നമഹ എന്ന് ജപിക്കുക കേട്ടോ. ഇത് ജപിച്ചു കഴിഞ്ഞ് ഓം നമശിവായ എന്ന് ജപിക്കുക. അതിനുശേഷം വേണം ഓം വരാഹി ദേവിയെ നമഹ എന്ന് ജപിക്കുക. അല്ലെങ്കിൽ ഓം വരാഹി ദേവിയെ നമ എന്ന് ജപിച്ചാലും മതി കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. ജപിച്ചിട്ട് അത് 108 തവണ ജപിക്കണം. അതായത് ഒരു വരിയുള്ള മന്ത്രമാണ്. 108 തവണ ജപിക്കുന്നതിന് ചിലപ്പം ഒരു മിനിറ്റോ വല്ലതൊക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ 108 തവണ ജപിക്കണം. ജപിച്ച് വരാഹി ദേവിയുടെ അമ്മ എൻ്റെ കടബാധ്യതകൾ മാറ്റിത്തരണേ, എനിക്ക് സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കണം. മനസ്സിൽ അമ്മയോടുള്ള ഭക്തി ഉണ്ടാകണം. അന്നേ ദിവസം ചില ചിട്ടകൾ പാലിക്കണം. അതുകൊണ്ട് ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ്. അന്നേ ദിവസം ഒരിക്കലെടുക്കാൻ പറ്റുന്നവർ ഒരിക്കലെടുക്കണം. എന്ന് വെച്ചാൽ രാവിലെ അരി ചേരാത്ത ആഹാരം, ചപ്പാത്തി കഴിക്കാം, വെള്ളം കുടിക്കാം. ഉച്ചയ്ക്ക് അരി ആഹാരം അല്പം കഴിക്കാം, വെള്ളം കുടിക്കാം. വൈകുന്നപാട് ചപ്പാത്തി കഴിക്കാം, വെള്ളം കുടിക്കാം. അരിയാഹാരം ഉപയോഗിക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് ഒരു നേരെ അരിയാഹാരം പാടുള്ളൂ. അതാണ് ഒരിക്കലും. പിന്നെ അന്നേ ദിവസം മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. ബ്രഹ്മചര്യം പാലിക്കണം. മനഃശുദ്ധി ഉണ്ടായിരിക്കണം. ആരെയും കളിയാക്കുകയോ ആരെയും ദുഷിക്കുകയോ ഒന്നും പാടില്ല. ഉച്ചയുറക്കം പാടില്ല. ശരീരശുദ്ധി ഉണ്ടായിരിക്കണം. അന്നേ ദിവസം സസ്യാഹാരം തന്നെ ഉപയോഗിക്കണം കേട്ടോ. മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അമ്മയോട് ഭക്തിയോടുകൂടി ചെയ്താൽ അത് ഫലമാകും. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ത്യാഗം വേണം. എങ്കിൽ മാത്രമേ അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. ചെയ്തെന്ന് പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. ചെയ്തു എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. ചെയ്യേണ്ട രീതിയിൽ ചെയ്താലേ അതിന് ഫലം ഉണ്ടാകത്തുള്ളൂ, അല്ലെ? ഫലം ഉണ്ടാകത്തില്ല. അതുകൂടെ മനസ്സിലാക്കിക്കും. അപ്പം നമ്മൾ ആ ഒരു ത്യാഗത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പോഴേ ഫലം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അന്നേ ദിവസം ഒരിക്കലെടുക്കാൻ പറ്റുന്നവർ ഒരിക്കലെടുക്കുക. ഇനി മരുന്നൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ ഒരിക്കലൊന്നും എടുക്കണ്ട, പ്രാർത്ഥന ചെയ്താലും മതി. പിന്നെ കഴിവതും ആരും കളിയാക്കാതിരിക്കുക, പൊങ്ങച്ചം പറയാതിരിക്കുക, അഹങ്കാരം പറയാതിരിക്കുക. അന്നേ ദിവസം പണസംബന്ധമായ കൊടുക്കൽ വാങ്ങൽ ഇടപാടുകൾ കഴിവതും ഒഴിവാക്കുക. കഴിവതും പറ്റുവാണെങ്കിൽ ചെയ്യുക. കാരണം നമ്മൾ കടം വിടാനുള്ളൊരു പ്രാർത്ഥന, അതുകൊണ്ട് പറഞ്ഞാൽ. ഇനി അത്യാവശ്യം പൈസ ഇപ്പം നിങ്ങൾ ആരെങ്കിലും പിന്നെ ആവശ്യമുണ്ടെ കൊടുക്കുന്നതിലോ തെറ്റില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കഴിവതും കൊടുക്കൽ വാങ്ങലുകൾ അന്നേ ദിവസം ഒഴിവാക്കുകയാണ് നല്ലത്. അത്യാവശ്യത്തിന് കൊടുക്കൽ വാങ്ങൽ ഇപ്പം ചെയ്തേ പറ്റത്തുള്ളെങ്കിൽ ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് ഈ മന്ത്രം ജപിക്കുക, ഇങ്ങനെ ജപിക്കുക. ഇനി 6 മണി കഴിഞ്ഞ് നിങ്ങൾക്കിപ്പോൾ 6 മണിക്ക് ചെയ്യാൻ പറ്റില്ല, 9 മണിക്കും ചെയ്യാം കേട്ടോ, അന്നേ ദിവസം വൈകുന്ന പാട്. ഇനി നിങ്ങളുടെ വീട്ടിൽ വരാഹി ദേവിയുടെ ഫോട്ടോ ഇല്ല,
വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിലവിളക്കിന്റെ മുന്നേ നിന്ന് അമ്മയെ പ്രാർത്ഥിച്ച് ആദ്യം ഓം ഗം ഗണപതയെ നമ ജപിക്കുക, അല്ലെ പിന്നെ ഓം നമശിവായ ജപിക്കുക. അതിനുശേഷമേ ഓം വരാഹി ദേവിയെ നമ ജപിക്കാവുള്ളൂ. ഇത് ജപിക്കുമ്പം കയ്യിൽ ഒരു ഡപ്പിക്കകത്ത് മഞ്ഞൾ പൊടി വെച്ച ഡപ്പി കൈ പിടിച്ചുകൊണ്ട് വേണം വരാഹി ദേവിയുടെ മന്ത്രം ജപിക്കാൻ. ഒരു വരിയല്ലേ ഉള്ളൂ, 108 തവണ ജപിക്കാൻ 1 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. 108 തവണ ജപിച്ച വിശ്വാസത്തോടെ അമ്മയോട്, ഇനി നിലവിളക്കിന്റെ മുന്നിൽ നിങ്ങളിത് ചെയ്യുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ചെയ്തിട്ട് നിലവിളക്കിന്റെ മുന്നിൽ ഈ മഞ്ഞൾപ്പൊടിയുടെ ഡപ്പി വെച്ചാൽ മതി കേട്ടോ. മനസ്സിലായില്ലേ? പിന്നെ നിലവിളക്കിന് മുന്നിൽ ചുവന്ന പൂക്കളും വയ്ക്കാം. അതുപോലെ വരാഹദേവിയുടെ ഫോട്ടോ വെച്ച് ചെയ്യുവാണേലും ആ ഫോട്ടോയുടെ മുന്നിൽ പ്രാർത്ഥിച്ച ശേഷം മഞ്ഞൾപ്പൊടിയുടെ ഡപ്പി വെക്കാം, ചുവന്ന പൂക്കളും വെക്കാം. പിന്നെ ഈ മഞ്ഞൾപ്പൊടിയിലെ മഞ്ഞൾ പിറ്റേ ദിവസം നമ്മളത് എവിടെയെങ്കിലും കളയുക, പറമ്പിലോ വല്ലതും കളയുക. ഒന്നിനും ഉപയോഗിക്കേണ്ട കേട്ടോ. ചെടിയുടെ ചോട്ടിലോ അല്ലെ എവിടെയെങ്കിലും ഇടാന്നെടുത്ത് പറമ്പിലോ അല്ലെ ഇടുക, നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കതിൽ ഇനി സംശയം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും ഈ വരാഹി ദേവിക്ക് അനുഗ്രഹം ഉണ്ടായാൽ പെട്ടെന്ന് കടബാധ്യതകൾ മാറും. അതെന്തുകൊണ്ടാണെന്നറിയോ? അമ്മയെ ക്ഷിപ്രപ്രസാദിനി എന്നറിയപ്പെടുന്ന, പെട്ടെന്ന് പ്രസാദിക്കുന്നു. അതുപോലെ വേഗത്തിലുള്ള ധനലാഭം അമ്മ നൽകും. പിന്നെ ശത്രുദോഷങ്ങളെ പെട്ടെന്ന് അമ്മ ശത്രുദോഷങ്ങളെല്ലാം മാറ്റിത്തരും. പിന്നെ അമ്മയെ വിളിക്കുന്നുണ്ട് രാഹു കേതുക്കൾ കൊണ്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. ഈ പലർക്കും ഈ രാഹുവിന്റെ ചില സ്ഥിതികൾ കൊണ്ട് പലപ്പോഴും കടബാധ്യതകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ രാഹു കേതുക്കൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും, ദോഷഫലങ്ങൾ മാറിക്കിട്ടും. മാത്രമല്ല ദശാകാലങ്ങളിലാണ് പലപ്പോഴും ആ ദശാനാഥൻ പിഴച്ചു നിൽക്കുന്നതുകൊണ്ടും ഒക്കെ കടബാധ്യതകളും കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഗ്രഹദോഷങ്ങൾ ഏതാണേലും മാറിക്കിട്ടും, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടും എന്നുള്ളതാണ്. പിന്നെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലെ അപകടങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള അപകടങ്ങളും മാറിക്കിട്ടും. നമുക്ക് ധനസമൃദ്ധി, പെട്ടെന്നുള്ള ധനലാഭം ഉണ്ടായി വരും എന്നുള്ളതാണ്. ഇനിയും നമ്മളിപ്പോൾ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു രീതിയിലും ചെയ്യാം. മൊബൈലിൽ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ആ ഫോട്ടോ കയ്യിൽ പിടിച്ചുകൊണ്ട് മഞ്ഞൾപ്പൊടിയുള്ള ഡപ്പി കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ചെറിയ ഡപ്പി മതി, വലിയ ഡപ്പിയൊന്നും വേണ്ട. അത് പിന്നെ ആ ഡപ്പിയുടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു കുപ്പിയാണേലും മതി. അകത്ത് മഞ്ഞളുള്ളത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ചെറിയ കുപ്പിയാണേലും മതി. അതായത് അകത്ത് മഞ്ഞൾ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു കുപ്പിയാണ് ഇച്ചിരൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് കൂടുതൽ ഫലമായിട്ടുണ്ട്. അപ്പം ഇത് ഇനി മൊബൈലിൽ വരാഹിദേവിയുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ മുന്നേ നിന്ന് ചെറിയൊരു കുപ്പിക്കകത്ത് മഞ്ഞൾ പിടിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയും പ്രാർത്ഥിക്കാം, അതിനകത്ത് തെറ്റില്ല. ഇനി മൊബൈലിലും ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ അറിയാൻ മേലാത്തവരാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ദേവിയെ പ്രാർത്ഥിക്കുമ്പം കയ്യിൽ മഞ്ഞൾ ഉള്ള കുപ്പി വെക്കണം. പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വിളക്കിൻ്റെ മുന്നിൽ ആ മഞ്ഞൾപ്പൊടിയുടെ കുപ്പി വെച്ചാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അത് ഒഴുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ വെളിമ്പറമ്പിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് കളയാം കേട്ടോ. ഇത് ഈ സെപ്റ്റംബർ 1-ാം തീയതി ചൊവ്വാഴ്ച 2026 നിങ്ങൾ ചെയ്താൽ വളരെ നല്ലതാണ്. ഇനിയും വരാഹിദേവിയുടെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് ശർക്കര പായസം ചെയ്യുന്ന നല്ലതാണ്, കടബാധ്യതകൾ അകലാൻ വേണ്ടി. വരാഹിദേവിയുടെ ക്ഷേത്രം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ അന്നേ ദിവസം അമ്മയ്ക്ക് ശർക്കര പായസം ചെയ്യുന്നത് നല്ലതാണ്, കടബാധ്യതകൾ അകലാൻ. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അന്നേ ദിവസം നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വൈകുന്നപാട് പോയി നെയ്യ് ഭദ്രകാളിക്ക് സമർപ്പിച്ച് കടബാധ്യതകൾ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുക. പിന്നെ അന്നേ ദിവസം രാവിലെ ഒരു ഗണപതി ഹോമത്തിന് ഏർപ്പാട് ചെയ്യുക. അത് തലേദിവസം ഏർപ്പാട് ചെയ്യണം. വൈകിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് തെളിയിച്ച് സാമ്പത്തികം നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പം ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുക. പിന്നെ വരാഹദേവിയുടെ പ്രാർത്ഥന, വരാഹദേവി വിളിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വരാഹദേവിയെ വിളിക്കുമ്പോൾ നമ്മൾ വരാഹദേവിയെ വിളിക്കുന്ന കാര്യം രഹസ്യമായിട്ട് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവരിപ്പോൾ അറിയുന്നതിൽ തെറ്റില്ല, പക്ഷെ കഴിവതും നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് പറയരുത്, രഹസ്യമായി സൂക്ഷിക്കണം. എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ വരാഹദേവിയെ വിളിക്കുന്നതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, വരാഹദേവിയെ വൈകിട്ട് 6 മണിക്ക് ശേഷം വിളിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. മൂന്നാമത്തെ കാര്യം, പെട്ടെന്ന് ധനലാഭം ഉണ്ടാകും. പിന്നെ കേസ്, വഴക്ക്,
പിന്നെ അതുപോലെ അസൂയാലുക്കളുടെ ശല്യം, ഇതിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് റിക്കവറി ഉണ്ടാകും, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. അസൂയാലുക്കളുടെ ശല്യത്തിൽ നിന്നും കേസിൽ നിന്നും വഴക്കിൽ നിന്നും ഒക്കെ നമുക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരു മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾക്ക് ഒരു പ്രശ്നങ്ങളും ബാധിക്കത്തില്ല. പിന്നെ ഭൂമി സംബന്ധമായ ദോഷങ്ങൾ മാറിക്കിട്ടും. ശത്രു, ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. വരാഹി ദേവിയെ വിളിക്കുന്നവനെതിരെ ശത്രു പ്രവർത്തിച്ചാൽ അവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധി തന്നെ, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം അമ്മ നിഷ്ഫലമാക്കി കളയും. അറിയാവുന്നവൻ ഒരിക്കലും വരാഹി ദേവിയെ വിളിക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കത്തില്ല. അത് വലിയ മാന്ത്രികന്മാരാണെങ്കിൽ പോലും വരാഹി ദേവിയെ വിളിക്കുന്നവനെതിരെ ശത്രുക്കളുടെ ശക്തി ദുർബലമായി പോവും. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് നിഷ്ക്രിയരായി പോവും. അവരെന്നാ ചെയ്യുന്നെന്ന് പോലും അവർക്ക് ഉള്ള അവരുടെ ആ മേധാശക്തി, ആ ബോധം തന്നെ അവരെന്താ ചെയ്യുന്നത് പോലും അവർക്ക്, ആ ഒരു ബോധം പോലും അവർക്ക് വരാഹി ദേവി വിളിക്കുന്ന ഭക്തന്മാർക്കെതിരെ പ്രവർത്തിച്ചാൽ അവരുടെ സ്വബോധം പോലും ചിലപ്പോൾ നഷ്ടപ്പെടാം. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് കാലത്ത് നല്ല രീതിയിലുള്ള മന്ത്രങ്ങളൊക്കെ അറിയാവുന്നവരും വരാഹി ദേവിയെ വിളിക്കുന്നവർക്കെതിരെ ഒന്നും ചെയ്യാൻ പോകത്തില്ല. കാരണം പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്നില്ല, ദോഷമായിട്ട് ഒരാൾ ദോഷങ്ങൾ സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അമ്മ തടയും. മേലാൽ അവൻ പ്രവർത്തിക്കത്തുമില്ല. അതേ രീതിയിൽ അവന് മാനസാന്തരം വരുത്തിക്കളയും അമ്മ. അല്ലാതെ ദോഷമായിട്ട് സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അവന്റെ എതിരെ വരാഹി ദേവിയെ വിളിക്കുന്നവനെതിരെ ആര് പ്രവർത്തിച്ചാലും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അമ്മ ഇല്ലാതാക്കുകയും എതിരെ പ്രവർത്തിക്കുന്നവന്റെ അവനെ തന്നെ മാനസികമായിട്ട് തന്നെ അവൻ ഒരിക്കലും ആർക്കും ദോഷം ചെയ്യാത്ത രീതിയിൽ അവനെ അമ്മ ശുദ്ധീകരിച്ചു കളയും. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഒന്നും സംഭവിക്കുമെന്നല്ല പറഞ്ഞ്, ശുദ്ധീകരിച്ചു കളയും. അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ വേറെ ആർക്കും ഇനി ദോഷം ചെയ്യാൻ പോകത്തില്ല. അവൻ ഏറ്റവും നല്ലവനായിട്ട് മാറും. അതാണ് വരാഹി ദേവിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ. അപ്പം വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ചില ലക്ഷണങ്ങൾ കാണും. എന്താണെന്നറിയോ? അതായത് സ്വപ്ന ദർശനത്തിൽ ചിലപ്പോൾ വരാഹി ദേവിയെ കാണാം, അല്ലെങ്കിൽ പന്നിയെ, അല്ലെങ്കിൽ കാളയെ, അല്ലെങ്കിൽ ഒരു പ്രായമുള്ള സന്യാസിനിയെ. ഇങ്ങനെ ചില സ്വപ്ന ദർശനത്തിൽ കാണുന്നുണ്ട് വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി എന്നതിൻ്റെ അർത്ഥം. പിന്നെ നമ്മുടെ കടങ്ങൾ വീടാൻ പെട്ടെന്നൊരു മാർഗം തുറന്നു വരുന്നു, അതിൻ്റെ അർത്ഥം വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി. പിന്നെ ശത്രുക്കൾ പെട്ടെന്ന് മിത്രങ്ങളാകുന്നു, അതിൻ്റെ അർത്ഥം വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ മാറുന്നു, അതിൻ്റെ അർത്ഥം വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി എന്നാണ്. പിന്നെ നമ്മുടെ അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു, തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. നമുക്കൊരു അപകടങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യമാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു പെട്ടെന്ന്, തലനാരിഴയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ. വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായെന്നതിൻ്റെ അർത്ഥം. പിന്നെ നമുക്ക് ഭയം ഉണ്ടാകത്തില്ല വരാഹി ദേവിയെ വിളിച്ചാൽ, അതിൻ്റെ അർത്ഥം വരാഹി ദേവി പ്രസാദിച്ചു എന്നാണ്. ഇതിപ്പോൾ ഒരു ദിവസം ചെയ്തെന്ന് കരുതി ഫലം ഉണ്ടാകണമെന്നില്ല, അതുകൂടെ മനസ്സിലാക്കുക. ഞാൻ സത്യസന്ധമായിട്ടേ പറയത്തുള്ളൂ. ചിലർക്ക് ഫലം ഉണ്ടാകുകയും ചെയ്യാം. അത് നിങ്ങളുടെ വിശ്വാസം, ഭക്തി എത്ര ആഴത്തിലുണ്ട് അതനുസരിച്ചിരിക്കും. മനസ്സിലായില്ല? എല്ലാവർക്കും ഫലം ഉണ്ടാകണമെന്നൊന്നുമില്ല. ഇനി ഫലം ഉണ്ടായവർക്ക് അതിൻ്റെ അനുഭവങ്ങളും ഉണ്ടാകും, വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇനി എല്ലാ മാസവും ഈ പഞ്ചമിയുണ്ട്, അതായത് വെളുത്തപക്ഷ പഞ്ചമിയുണ്ട്, കറുത്തപക്ഷ പഞ്ചമിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറുത്തപക്ഷ പഞ്ചമി അല്ലെങ്കിൽ കൃഷ്ണപക്ഷ പഞ്ചമിക്ക്, അതായത് വെളുത്തുവാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമിക്ക് ഇതുപോലെ നിങ്ങൾക്ക് പഞ്ചമിയുടെ അന്ന് ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ച ഏതാഴ്ച ആയിക്കോട്ടെ, പഞ്ചമിയുടെ അന്ന് നിങ്ങൾക്ക് വൈകിട്ട് വേണമെങ്കിൽ വീട്ടിൽ ഇതുപോലെ പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥിക്കാൻ സൗകര്യം ഇല്ലാത്തവർ അല്ലെ പറ്റാത്തവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യാം. നെയ്വിളക്കാണ് സാമ്പത്തികത്തിന് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അന്നേ ദിവസം രാവിലെ ഒരു ഗണപതി ഹോമം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാം. പിന്നെ അടുത്ത് വരാഹി ദേവിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി ശർക്കര പായസം കൊടുക്കാം. ഇനി വീട്ടിൽ പറ്റുന്നവർക്ക് എല്ലാ മാസവും കൃഷ്ണപക്ഷ പഞ്ചമി ഉണ്ട്. ആ കൃഷ്ണപക്ഷ പഞ്ചമിക്ക് വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം വരാഹി ദേവിയുടെ ഫോട്ടോ വെച്ചോ, അല്ലെ വിളക്കിന്റെ മുന്നേ നിന്നോ, അല്ലെ മൊബൈലിലെ ഫോട്ടോയെ നോക്കിയോ മഞ്ഞൾ ഇതുപോലെ വെച്ച് പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസം അത് ഒഴുക്ക് വെള്ളത്തിൽ കളയോ, മരത്തിന്റെ ചുവട്ടിൽ കളയോ, പറമ്പിൽ കളയോ ഒക്കെ ചെയ്യാം. അയൽവക്കക്കാരൻ്റെ പറമ്പിൽ കളയായിരുന്നാൽ മതി. അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഞാനൊരു കാര്യം, അങ്ങനെയുള്ളവരോട് ഒരു പരിപാടിയില്ല. പിന്നെ എനിക്ക് ഈ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരോട് എനിക്ക് താല്പര്യമുള്ളൂ. മറ്റൊരുത്തിനോട് പാര വെക്കുക, മറ്റൊരുത്തൻ്റെ ജോലിക്ക് പാര വെക്കുക, അങ്ങനെയുള്ളവർക്കൊന്നും ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കത്തില്ല. അവരുമായിട്ട് അപ്പോഴേ എല്ലാം, പിന്നെ അവരോട് യാതൊരു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞൾ കളയുന്നു, അപ്പുറത്തുകാരൻ്റെ പറമ്പിൽ കൊണ്ട് കളയരുത്, സ്വന്തം പറമ്പിലേ കളയാവുള്ളൂ കേട്ടോ. അങ്ങനെ ചില ആളുകളുണ്ട്. അത് അങ്ങനെയുള്ളത് എനിക്ക് ദേഷ്യമാണ്, എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിന് ഒരു സത്യസന്ധത വേണം.
അപ്പം ഞാനിപ്പോൾ സത്യസന്ധമായിട്ടാണല്ലോ പറഞ്ഞത്. ഇത് ഒരു തവണ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫലം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ ചിലർക്ക് ഫലം ഉണ്ടാകാം, അത് അവരുടെ ഭക്തി കൊണ്ടാണ്. ചിലർക്ക് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പം ഗുണമുണ്ടാകും, അല്ലാതെ ഒരു തവണ ചെയ്തുകൊണ്ട് എല്ലാവരും ഗുണം ഉണ്ടാകണമെന്നില്ല. പിന്നെ വേണമെങ്കിൽ എല്ലാ മാസവും ചെയ്യാം കൃഷ്ണപക്ഷ പഞ്ചമിക്ക്. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടാണ് ഞാൻ പറയുന്നത്, സത്യസന്ധമായിട്ടാണ് പറയുന്നത്, അല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. വരാഹദേവിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ വരുന്ന സെപ്റ്റംബർ 1-ാം തീയതി 2026 ചൊവ്വാഴ്ച അന്ന് 3 മണിക്കും 4:30ക്കും ഇടയ്ക്ക് ഒരു കാരണവശാലും വരാഹിദേവിയെ വിളിക്കാൻ പാടില്ല. ഇനി വിളിക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല, പക്ഷെ കഴിവതും ആ സമയത്ത് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യരുത്. അറിയാതെ വിളിച്ചു പോയാലും പേടിക്കേണ്ട, ദോഷമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ സമയത്ത് ഒരു തരത്തിലുള്ള പ്രാർത്ഥനകളും പാടില്ല. ചിലപ്പോൾ ചിലരോട് നമ്മൾ പറയാം, ഈ സമയത്ത് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ അറിയാതെ ആ സമയത്ത് വിളിച്ചു പോകും. എന്നിട്ട് എന്നോട് ചോദിക്കും, സാറേ ദോഷമുണ്ടെന്ന്. ഒരു പേടിക്കുകയും വേണ്ട, അങ്ങനെയുള്ള ദോഷമൊന്നുമില്ല. കഴിവതും ആ സമയത്ത് നമ്മൾ ഒരു പ്രാർത്ഥനയും പാടില്ല. ഞാൻ 6 മണിക്ക് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്, വൈകിട്ട് കേട്ടോ. അതാണ്. അപ്പോൾ അതുകൂടെ ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം വരാഹദേവിയുടെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ വിശുദ്ധമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വരാഹദേവിയെ വിളിക്കുന്നതിന് മുമ്പ് ഗണപതിയെ വിളിക്കണം, ഓം ഗം ഗണപതയെ നമ. അതിനുശേഷം ശിവഭഗവാനെ വിളിക്കണം, ഓം നമ ശിവായ. നമ ശിവായ എന്നുള്ളതിനകത്ത് നമ ശിവായ എന്നുള്ള 2 ഇട്ട് വിളിച്ചാൽ നല്ല. നമശി ഇശി എന്ന് ഉച്ചരിച്ചാൽ വളരെ പെട്ടെന്ന് ബലം ഉണ്ടാവും. നമ ശിവായ ഭയങ്കര ശക്തിയാണ് അതിനകത്ത്, പ്രത്യേക ദേവിയുടെ അപാരമായ ശക്തി അതിൻ്റെ അകത്ത് വരും. നമശിവായ കേട്ടോ. നമശിവായ എന്ന് ഒരു ഷായും വള്ളിയും സാധാരണ നമ്മൾ ജപിക്കുന്നത്. നീ നമശിവായ 2 ഇട്ടിട്ട് വള്ളി നമശിവായ എന്ന്, ഓം നമശിവായ എന്ന് ജപിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും കേട്ടോ. അപ്പം എന്നിട്ട് വരാഹദേവിയെ വിളിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ. പിന്നെ വരാഹദേവിയെ വിളിക്കുമ്പോൾ നിങ്ങൾ അന്നേ ദിവസം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഭക്ഷണത്തിൽ കഴിവതും ഉള്ളി ഒഴിവാക്കണം. ഉള്ളി, പിന്നെ വെളുത്തുള്ളി, സബോള ഇതൊക്കെ ഒഴിവാക്കണം. കായം ഉപയോഗിക്കരുത്. മദ്യം, ലഹരി ഇതൊന്നും ഉപയോഗിക്കരുത്. ബ്രഹ്മചര്യം പാലിക്കണം. ഉച്ചയുറക്കം പാടില്ല. ശരീരശുദ്ധി വേണം, മനഃശുദ്ധി വേണം. ശരീരശുദ്ധി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശരീരശുദ്ധി, ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ ആരെയും കളിയാക്കരുത്, ആരെയും ദുഷിക്കരുത്, പൊങ്ങച്ചം പറയരുത്, മനുഷ്യരെ കുറിച്ച് ദോഷമായിട്ട് ചിന്തിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അങ്ങനെ വേണം അന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴാണ് ആ ഫലം ഉണ്ടാകുന്നത്. അല്ല പ്രാർത്ഥിച്ചുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നൊന്നും വിചാരിക്കരുത്. പിന്നെ നിങ്ങൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ദേവിയെ ചെല്ലണം. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ടെൻഷന്, സംശയം, ആശങ്കയുണ്ട്, ഒരു ഫലം കിട്ടാൻ പോകുന്നില്ല. ആ നിമിഷം നിങ്ങളുടെ മനസ്സ് ദേവി ചെന്നാൽ അതിൻ്റെ ഗുണം കിട്ടും. പിന്നെ നമ്മൾ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന പറയുമ്പോൾ നമ്മളിവിടെ പ്രവർത്തിക്കുകയും വേണം. ഇപ്പം നമ്മളൊരു വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറി ഇരുന്നിട്ട് പണം വരുമെന്ന് വിചാരിച്ചിരുന്നാൽ പട്ടിണി കൊണ്ട് മൂട്ട എടുത്തേ ഉള്ളൂ. നമുക്ക് ഈശ്വരനൊരു ഈശ്വരാനുഗ്രഹം തരുമ്പം, അത് നമുക്ക് മാർഗങ്ങൾ കാണിച്ചു വരുമ്പം, നമ്മൾ താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മളിവിടെ പ്രയത്നിക്കുമ്പോഴേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ. ദൈവം എല്ലാ പക്ഷികൾക്കും ആഹാരം കൊടുക്കുന്നുണ്ട്, ഒന്നിൻ്റെയും വായി കൊണ്ട് വെച്ച് കൊടുക്കാറില്ല. അത് കണ്ടെത്താനുള്ള ബുദ്ധിയാണ് കൊടുക്കുന്നത്. അതുപോലെ ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനുള്ള കഴിവാണ് ഉണ്ടാകുന്നത്. പ്രവർത്തിക്കേണ്ട നമ്മൾ തന്നെ കേട്ടോ, അതെപ്പോഴും ഓർത്തോണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന കാര്യമാണ്. ഞാനീ പറഞ്ഞ പോലെ ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഒരാളും. ഈ ഒരു ദിവസമോ ഈ ദിവസത്തിന്റെ പ്രത്യേകതയോ ഈ സമയത്തിൻ്റെയോ വരാഹദേവിയെ വിളിക്കുമ്പോൾ ഒരു സാധാരണക്കാരന് ഫലം ഉണ്ടാകാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഇതാരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ ആരും ഒരിടത്തും കിട്ടത്തില്ല. നിങ്ങൾ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക, ആവശ്യമില്ലാത്തവർ അവരുടെ വഴിക്ക് പോകട്ടെ, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അതിൻ്റെ അത് യാതൊരു വിരോധവുമില്ല. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക, അല്ലാത്തവർ വഴിക്ക് പോകട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും അനുഭവങ്ങളും അറിവുകളുമാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളതൊക്കെ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല തള്ളിക്കളയുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നല്ല കാര്യങ്ങളാണ്, അത് എല്ലാം സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.